2025 ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നടക്കാനിരിക്കെ ICC ഇന്ന് നിർണായകമായ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഇന്ത്യൻ നിലപാട് ശക്തമാണ്. പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ താരങ്ങളെ അയക്കില്ല എന്ന് BCCI കട്ടായം പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം PCB ചെയർമാനായ മോഹസിൻ നഖ്വിയും കൃത്യമായി അവരുടെ നിലപാട് അറിയിച്ചു. അതായത് ഈ ഒരു നിലപാട് ഇതൊരു തുല്യതയില്ലായ്മയാണ് എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ താരങ്ങളെ ഞങ്ങൾ അയക്കുകയും ചെയ്യും, എന്നാൽ പാകിസ്ഥാനിൽ ഒരു ടൂർണമെന്റ് നടക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങളെ അയക്കാത്തത് തുല്യതയില്ലായ്മയാണ് എന്ന് കഴിഞ്ഞ ദിവസം PCB ചെയർമാനായ മോഹസിൻ നഖ്വി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായിരിക്കും ICCയുടെ നിലപാട്? ഇത് സംബന്ധിച്ചാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട യോഗം നടക്കുന്നത്. 16 അംഗ ICC നിലവിലത്തെ ടീമാണ് വോട്ടെടുപ്പ് രേഖപ്പെടുത്തുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ പാകിസ്ഥാന് കിട്ടുന്ന സുവർണ അവസരമാണ് ICC ചാമ്പ്യൻസ് ട്രോഫി ഹോസ്റ്റ് ചെയ്യുക എന്നത്. കാരണം ഈ ഹോസ്റ്റിംഗ് ഫീസായിട്ട് ICC $65 മില്യൺ PCBയിലേക്ക്, അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിലേക്ക് ഹോസ്റ്റിംഗ് ഫീസായിട്ട് നൽകുന്നത്. ആ തുക, അത്രയും ഭീകരമായ തുക കണ്ടില്ലെന്ന് വെക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല. അങ്ങനെയെങ്കിൽ 3 ഓപ്ഷൻസ് ആണ് ICCയുടെ മുന്നിലുള്ളത്. ഇതിൽ മൂന്നിലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം ICCക്ക് ഇന്ന് എടുത്തേ പറ്റൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ സാധ്യതയുമുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈബ്രിഡ് മോഡ്യൂളിൽ ടൂർണമെന്റ് തുടരുക എന്നത് സംബന്ധിച്ചാണ്. അതായത് ഇന്ത്യൻ മത്സരങ്ങൾ UAEയിൽ നടക്കുക, മറ്റ് മത്സരങ്ങൾ പാകിസ്ഥാനിൽ നടക്കുക. പാകിസ്ഥാനിലെ 3 ഗ്രൗണ്ടുകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അത് അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. ഇന്ത്യയുടെ മത്സരങ്ങൾ UAEയിലേക്ക് മാറ്റുക എന്നതായിരിക്കും ഈ ഹൈബ്രിഡ് മോഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെ ആവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനും ക്ഷീണമില്ല, കാരണം പാകിസ്ഥാന് ഹോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. മാത്രമല്ല ഹൈബ്രിഡ് മോഡ്യൂളിൽ പാകിസ്ഥാൻ ഈ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ $65 മില്യൺ കൂടുതൽ തുക നൽകാമെന്ന് ICC PCBക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് മുന്നിലുള്ളത് അങ്ങനെ ഒരു ഓപ്ഷനും കൂടിയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് മോഡ്യൂളേ സാധിക്കില്ല എന്ന് PCB ചെയർമാൻ വ്യക്തമാക്കിയതോടെ എന്താണ് പാകിസ്ഥാൻ ബോർഡിലെ ചിന്തകൾ എന്ന് സംബന്ധിച്ചും അറിയേണ്ടതുണ്ട്. തുക കൂടുതൽ കിട്ടാമെന്ന് ICC വാഗ്ദാനം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് PCB ചെയർമാൻ അങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കിയതെന്ന് അറിയേണ്ടതുണ്ട്. പക്ഷേ ഇന്നത്തെ ICC യോഗത്തിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനത്തിൽ ഒരു സാധ്യത നമ്മൾ കണക്കാക്കേണ്ടത് ഇതാണ്: UAEയിൽ ഇന്ത്യൻ മത്സരങ്ങൾ നടക്കുക, മറ്റു മത്സരങ്ങൾ പാകിസ്ഥാനിൽ നടക്കുക. ഇനി രണ്ടാമത്തെ സാഹചര്യം എന്താണ് പരിശോധിക്കാം. അതായത് പാകിസ്ഥാനിൽ തന്നെ എല്ലാ മത്സരങ്ങളും നടത്തുക എന്നതാണ്. അതായത് ഇന്ത്യയുടെ ആവശ്യം ICC തള്ളിക്കളയുക. ഇത് തന്നെയായിരിക്കാം രണ്ടാമത്തെ സാധ്യത. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം പാകിസ്ഥാനിൽ വെച്ച് തന്നെ നടക്കുന്നു. പാകിസ്ഥാനിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഫിനാലെയും അവിടെ വെച്ച് തന്നെ നടക്കും. അതായത് മുഴുവൻ മത്സരങ്ങളും പാകിസ്ഥാനിൽ നടത്തുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച സാഹചര്യം അംഗീകരിക്കാൻ ICC തയ്യാറാകുന്നില്ല എന്നതാണ്. ഇനി മൂന്നാമത്തെ സാഹചര്യം കണക്കിലെടുത്താലോ? പാകിസ്ഥാനിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് അപ്പാടെ മാറ്റി ഏറ്റവും മറ്റൊരു വെന്യൂ ആയ ശ്രീലങ്കയിലേക്ക് ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഷെഡ്യൂൾ ചെയ്യുക എന്നതാണ്. ഈ 3 സാധ്യതകളാണ് ICCക്ക് മുന്നിൽ ഏക വഴിയുള്ളത്. അതായത് അതിൽ 2 നിലപാടുകൾ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരെണ്ണമാണ് പാകിസ്ഥാൻ അനുകൂലവുമായി മാറുന്നത്. അതായത് നമ്മൾ സൂചിപ്പിച്ച രണ്ടാമത്തെ സാധ്യതയാണ് പാകിസ്ഥാന് മാത്രം അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് മറ്റൊരു വിഷയം നോക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലേക്ക് പോകണം, പാകിസ്ഥാനിൽ പോയി മത്സരങ്ങളെല്ലാം കളിക്കണമെന്നുള്ള രണ്ടാമത്തെ സാധ്യതയാണ് കണക്കിലാക്കുന്നതെങ്കിൽ ഇന്ത്യയെ വെറുപ്പിക്കാൻ ICCക്ക് സാധിക്കുമോ? ഒരിക്കലും കഴിയില്ല. ഏറ്റവും പ്രധാനമായി ക്രിക്കറ്റിംഗ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് ഇന്ത്യ. അതിനകത്ത് നിസ്സംശയം പറയാൻ സാധിക്കും. ഓരോ വർഷവും ICC കൊടുക്കുന്ന ആനുകൂല്യങ്ങളും ഇന്ത്യൻ താരങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതും നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിനെ വെറുപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ അനുകൂലമായി മാറ്റിക്കൊണ്ട് ചാമ്പ്യൻസ് ട്രോഫി 2025 ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ട്രോഫി നടത്താൻ ICCക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം പാകിസ്ഥാനിലാണ് തുടർന്നുള്ള മത്സരങ്ങളെല്ലാം നടക്കുന്നതെങ്കിൽ BCCയുടെ നിലവിലത്തെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ താരങ്ങളെ അയക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീം ഇല്ലാതെ നടത്തേണ്ടി വരും ICC. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ICC ചിന്തിക്കത്ത് പോലുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ സാധ്യത പാടെ തള്ളിക്കളയാം. അങ്ങനെ അല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യത നിലനിൽക്കണമെങ്കിൽ BCCI അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം മാറ്റിക്കൊണ്ട് ഇന്ത്യൻ താരങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കുകയും വേണം. അതെത്രമാത്രം മുന്നിൽ കാണും എന്നുള്ളത് ചിന്താവഹമായ കാര്യമായിട്ട് ഒന്നിൽ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം UAEയിൽ ഹൈബ്രിഡ് മത്സരങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യത ഇന്ത്യൻ താരങ്ങൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അവർക്ക് അനുകൂലമാണ്. പക്ഷേ പാകിസ്ഥാനിലെ കഴിഞ്ഞ ദിവസത്തെ മോഹസിൻ നഖ്വിയുടെ വാക്കുകൾ പ്രകാരം അത് പാകിസ്ഥാൻ അംഗീകരിക്കില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഇനി അഥവാ ഇന്ത്യൻ ടീമിന് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. ആ നിലപാട് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സാഹചര്യം പാകിസ്ഥാനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ആ സാധ്യത തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിനെ മാറ്റുന്നതിനേക്കാളും ഉചിതമെന്ന് ICC തീരുമാനിച്ചാൽ അതിൽ
വ്യക്തത കുറവുമില്ല. കാരണം ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ICC റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ. അത് ഏറ്റവും ടോപ്പ് പൊസിഷനാണ് ഇന്ത്യ. അപ്പോൾ 5ാമത്തെ ടീമിനെ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും ആദ്യത്തെ ടീമിനെ ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എടുത്ത പോലത്തെ ഒരു കട്ടായമാണ് അവർ തുടർന്നും എടുക്കുന്നതെങ്കിൽ ICCയിൽ നിന്നും ശക്തമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ PCBക്ക് നേരിടേണ്ടി വരും. തുടർന്ന് വർഷങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ടൂർണമെന്റുകളൊന്നും തന്നെ പാകിസ്ഥാന് ഹോസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിലവിൽ വന്നാൽ PCB തന്നെ അശക്തമായി മാറുന്ന ഒരു സാഹചര്യം വരും. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തന്നെ അശക്തമായി മാറിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായി മാറാനൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ ഒരു കാര്യത്തിലേക്കും PCB മുന്നോട്ട് പോകുമോ എന്നത് സംബന്ധിച്ചും ഒരു വ്യക്തത കൃത്യമായി വരേണ്ടതുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് മുന്നിലുള്ള പോം വഴി എന്ന് പറയുന്നത് കോംപ്രമൈസ് തന്നെയാണ്. ആ ഒരു സമവായത്തിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മാറിയാൽ മാത്രമേ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് കൂടുതലായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഫെബ്രുവരി 19 മുതൽ മാർച്ച് വരെയാണ് ചാമ്പ്യൻസ് ട്രോഫി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കൃത്യമായ ഡേറ്റും കാര്യങ്ങളും ഇതുവരെ പറയാത്തത് കഴിഞ്ഞ മാസത്തിന് മുമ്പ് തന്നെ, കഴിഞ്ഞ മാസത്തിൽ തന്നെ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഈ ഒരു നിലപാട് വ്യക്തമാക്കിയത് കൊണ്ടാണ് നിലവിലത്തെ ചാമ്പ്യൻസ് ട്രോഫി ഷെഡ്യൂൾ ഇതുവരെ ICCക്ക് പൂർണ്ണമായും നേടിയെടുക്കാൻ സാധിക്കാത്തത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മോഹ്സിൻ നഖ്വിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ജയ് ഷാ ഡിസംബർ 5-ന് ICC ചെയർമാൻ സ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ICC ചെയർമാൻ സ്ഥാനത്തേക്ക് ജയ് ഷാ നീങ്ങുമ്പോഴേക്കും കൃത്യമായി ICCക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ജയ് ഷാ സ്വന്തമാക്കുമെന്നാണ് മോഹ്സിൻ നഖ്വിയുടെ വാക്കുകളിലെ വിശ്വാസ്യത. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ BCCIയുടെ മാത്രം നിലപാടിൽ ജയ് ഷായ്ക്ക് ഒതുങ്ങാനും സാധിക്കില്ല, ICCയുടെ നിലപാടിലേക്ക് കാര്യങ്ങൾ മാറുകയും വേണം. അപ്പോൾ ഇതൊരു ക്രിക്കറ്റിംഗ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഈ ഒരു ഫ്രിക്ഷൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നമ്മളൊന്ന് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2023 ഏഷ്യ കപ്പിൽ ഇതേ സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം പാകിസ്ഥാനിലായിരുന്നു 2023 ഏഷ്യ കപ്പ് നടന്നിരുന്നത്. ആ ഒരു ടൂർണമെൻറ്റിൽ പോലും പ്രധാനമായും ഇന്ത്യൻ മത്സരങ്ങളെല്ലാം നടന്നത് ശ്രീലങ്കയിലായിരുന്നു ഇന്ത്യൻ മത്സരങ്ങൾ നടക്കുകയും ചെയ്തത്. അത് ഹൈബ്രിഡ് മോഡ്യൂളിലാണ് ആ ടൂർണമെൻറ്റ് നടന്നത്. അപ്പോൾ ഇങ്ങനെ തുടരെ ഹൈബ്രിഡ് മോഡ്യൂളുകൾ സാധിക്കില്ല എന്നുള്ള പാകിസ്ഥാൻ്റെ തീരുമാനം. മാത്രമല്ല ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെൻറ്റുകൾക്ക് എല്ലാം പാകിസ്ഥാൻ താരങ്ങൾ പങ്കെടുക്കാറുമുണ്ടെന്ന് അവർ പറയാറുണ്ട്. IPLൽ നിന്നും പാകിസ്ഥാൻ താരങ്ങളെ ഒഴിവാക്കിയതും BCCI ആണ്. ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നും PCB പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം ഈ അവഗണന ലഭിക്കുകയും ഞങ്ങളൊരു ടൂർണമെൻറ്റ് നടത്തുമ്പോഴേക്കും ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കാത്തതും തുല്യതയില്ലായ്മയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളും എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ എന്തായിരിക്കും ICCയുടെ നിലപാട്? 16 അംഗമാണ് ഇന്നത്തെ വോട്ടിങ്ങിന് അവകാശമുള്ളത്. അതിൽ 12 പേർ ICCയിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സാണ്, 3 പേർ അസോസിയേറ്റ് മെമ്പേഴ്സാണ്, ഒരാൾ ചെയർ മെമ്പറുമാണ്. അപ്പോൾ ഈ ഒരു 16 വോട്ട് എങ്ങനെയായിരിക്കും മാറുക എന്നുള്ളത് സംബന്ധിച്ച് 3 സാധ്യതകൾ തന്നെയാണുള്ളത്. അതിൽ 3-ൽ ഏതായിരിക്കാം എന്നുള്ളത് സംബന്ധിച്ചാണ്. ടൂർണമെൻറ്റ് മൊത്തത്തിൽ ശ്രീലങ്കയിലേക്ക് മാറുമോ, ഹൈബ്രിഡ് മോഡ്യൂളിൽ UAEയിൽ ഇന്ത്യൻ താരങ്ങൾ മത്സരം നടക്കുമോ, അതോ ഇന്ത്യയുടെ ആവശ്യം പാടെ നിരസ്കരിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ എല്ലാ മത്സരങ്ങളും നടത്തുമോ എന്നുള്ള ICCയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.